നിങ്ങളെല്ലാവരും കോമൺ ആയിട്ട് കുറേ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങണം ക്വിസാറ്റിന്? അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. ക്ലാസ് എപ്പോൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാം. ജോയിൻ ആവുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിലും ക്ലാസ് എടുക്കാം, അല്ലെങ്കിൽ പിന്നീടാണെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലത്തെ പറയുന്നത് ജാനുവരി തൊട്ട് തുടങ്ങിയാൽ മതിയോ, ബോർഡ് കഴിഞ്ഞ് മാർച്ച് തൊട്ട് തുടങ്ങിയാൽ മതിയോ? ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നൊരു ഈസി എക്സാം എക്സ്പെക്ട് ചെയ്യാം, ഒന്നൊരു ടഫ് എക്സാം എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഈസി ടഫ് എക്സാം എന്നുള്ളൊരു കാര്യം. പിന്നെ ഇനി എക്സാം ഈസി അല്ല ടഫും അല്ല മോഡറേറ്റ് ലെവലിൽ പോവാണ്. അപ്പം ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഇനി അങ്ങോട്ട് വരാൻ പോണ കാര്യം നമ്മൾ കുറേ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പം ജനുവരി അല്ലെങ്കിൽ ഇനി മാർച്ച്. അപ്പം ഞാൻ ഇന്ന് ഒരു മാസം, അതായത് ഒരു മാസം നേരത്തെ ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെക്കാളും ഒരു മാസം നേരത്തെ അയാൾക്ക് പോർഷൻ തീർക്കാൻ പറ്റുമല്ലോ. ആ ഒരു മാസം നേരത്തെ കൊണ്ട് അയാൾക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം, കൂടുതൽ പ്രിപ്പയർ ചെയ്യാം. അവിടെ ടൈമിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഒരു കാര്യമുണ്ട്, എല്ലാവരും ഒരേപോലെ ആണോ? ഞാൻ കുറച്ച് കൂടുതൽ പെട്ടെന്ന് പഠിക്കുന്ന ആളാണെങ്കിലോ? അപ്പോൾ എല്ലാവരുടെ മനസ്സിലും നമ്മൾ കുറച്ച് ബെറ്റർ ആയിട്ട് പഠിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ട് പറ്റും. അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പോസിറ്റുള്ള ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം. അതായത് അവൻ ചിലപ്പം 2 മാസം കൊണ്ട് തുടങ്ങി, എനിക്ക് അവനെക്കാളും എബിലിറ്റി ഉണ്ടെങ്കിലും. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് കാണും. ശരിക്കും നമ്മൾ തന്നെയാണ് നേരത്തെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? നമ്മളുടെ അതേ കേപ്പബിലിറ്റി ഉള്ള ഒരാൾ ഒരു മാസം മുന്നേ നമുക്ക് മുന്നേ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവന് കിട്ടാനുള്ള ചാൻസ് ആണോ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ആണോ? ഇപ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ക്ലാസ് എടുക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യം. പക്ഷെ നിങ്ങളൊരു കാര്യം നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സമയം കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സമയത്തിനാണ് ആ വാല്യൂ ഉള്ളത്. സമയം പോയി കഴിഞ്ഞാൽ പിന്നെ സമയം കിട്ടത്തില്ല. അതായത് ഞാനിപ്പോൾ ഒരു മാസം താമസിച്ച് തുടങ്ങുമ്പം എന്നെക്കാളും ഒരു മാസം മുന്നേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ ഒരാളുണ്ട്. ചിലപ്പോൾ അയാൾക്ക് നമ്മളെക്കാളും എബിലിറ്റിയോ നമ്മളോളം എബിലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് നെക്സ്റ്റ് ഒരു മാസം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ എല്ലാ പോർഷൻ തീർത്തിട്ട് അയാൾ എക്സ്ട്രാ വർക്കൗട്ട് ചെയ്ത് കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ എക്സാമിന് ആർക്കായിരിക്കും കൂടുതൽ വെയിറ്റേജ് കിട്ടുന്നത്? അയാൾക്ക് തന്നെയാണ്. അപ്പോൾ അതാണ് എപ്പോൾ തുടങ്ങണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എപ്പോഴും ഒരു കാര്യം ചെയ്യണം എന്നുള്ളത് നിങ്ങൾ സമയം എത്രത്തോളം മാറ്റി വയ്ക്കുന്നോ അത്രത്തോളം നിങ്ങൾക്കത് പ്രശ്നമായിട്ട് വരത്തേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, എക്സാം ഈസിയും ടഫും. അപ്പോൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യേണ്ടത് എക്സാം ടഫ് ആവണമെന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് ടഫ് എക്സാം ആയി? ടഫ് എക്സാം എന്തുകൊണ്ടാണ്? ഞാൻ തന്നെ പഠിപ്പിച്ചിട്ട് ഞാൻ പിള്ളേർ പറഞ്ഞിട്ട് എക്സാം ടഫ് ആവുകയാണെങ്കിൽ സന്തോഷിക്കുക. ടഫ് എക്സാം ആണ് എപ്പോഴും ഒരു നല്ല എക്സാം. നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പം ഞാനങ്ങനെ പറഞ്ഞു വിടുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഈസി എക്സാം ആണ്, എല്ലാവരും 10 ക്വസ്റ്റ്യൻ എഴുതി. നമുക്ക് ഈ 10 പേരെക്കാട്ടിലും റാങ്ക് കൂടുതൽ കിട്ടിയാലേ നമുക്ക് പിന്നെ ചാൻസ് ഉള്ളൂ. നമ്മളെല്ലാവരും 10 എഴുതുമ്പോൾ നമ്മൾ 11 എഴുതണം. എല്ലാവരും 10 എഴുതുമ്പോൾ 11 എഴുതണം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് എഴുതുവാണെങ്കിൽ നമ്മൾ 1 മിനിറ്റ് വെച്ച് എടുക്കുവാണെങ്കിൽ നമ്മൾ 11 മിനിറ്റ് സ്പെൻഡ് ചെയ്യണം. അപ്പം നമുക്ക് ഈ ടൈമിൻ്റെ കൺസ്ട്രെയിൻ കൂടുതൽ വരും. പക്ഷേ എക്സാം അങ്ങ് ഡിഫിക്കൽട്ടായി. എല്ലാവരും ഒരു 2 വെച്ച് എഴുതാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ 2 വെച്ച് എഴുതാൻ പറ്റുന്നുള്ളൂ. 10 മിനിറ്റിൽ എല്ലാവരും 2 എഴുതുള്ളൂ. കാരണം അത്രയും പാട് ക്വസ്റ്റ്യൻ വന്നു. നമുക്ക് ഈ 10 മിനിറ്റിൽ 4 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. അപ്പം നമുക്കിവിടെ 1 മിനിറ്റ് കൺസ്ട്രെയിൻറ്റിൽ പോകേണ്ട നമുക്ക് 2 മിനിറ്റ് വെച്ച് 2.5 മിനിറ്റ് വെച്ച് ഒരു ക്വസ്റ്റ്യൻ എടുക്കാൻ പറ്റും. അതായത് 2.5 ഇരട്ടി നമുക്ക് സമയം കിട്ടും. അപ്പോൾ നമ്മൾ എഴുതിയില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം. അത് നമ്മൾ നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കതൊരു അഡ്വാൻറ്റേജേ വരത്തുള്ളൂ. നമ്മൾ എഴുതിയില്ലെങ്കിൽ ബാക്കിയുള്ളവർ എഴുതിയില്ല. അപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ടഫ് എക്സാം വരുന്ന ഒരു അഡ്വാൻറ്റേജ്. കാരണം എല്ലാവരും 3 എഴുതിയാൽ ഞാൻ 2 എഴുതിയാൽ ഞാൻ 3 എഴുതണം. പക്ഷേ എല്ലാവരും 10 എഴുതിയാൽ ഞാൻ 11 എഴുതണമല്ലോ. അപ്പോൾ അതാണ് എക്സാം എപ്പോഴും നിങ്ങൾ എന്താണ് ഈസി ആവാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടി സമയം മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് എപ്പോഴും ഒരു ടഫ് എക്സാംസിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനി മോഡറേറ്റ് എക്സാം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ഈ മോഡറേറ്റ് എക്സാം ടഫ് എക്സാം വരുവാണെങ്കിൽ ഞാൻ ഈ മോഡറേറ്റ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഐഡിയയിൽ ഏകദേശം ഒരു കഴിഞ്ഞ തവണ ഒരാളായിരുന്നു ഈ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തവണ ഒരു 20 പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും കോമ്പറ്റീഷൻ കൂടി. അപ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഒരാൾ പ്രിപ്പയർ ചെയ്ത് പോയി 10 പേര് എഴുതുമ്പം ഒരാളാണ്, അല്ലെങ്കിൽ ഒരു 20 പേര് എഴുതുമ്പോൾ ഒരാളാണ് പ്രിപ്പയർ ചെയ്ത് പോയെങ്കിൽ അയാൾ കിട്ടും. ബാക്കി 19 പേര് പ്രിപ്പറേഷൻ ഇല്ലാതെ പോകുന്നത്. പക്ഷെ ഇവിടെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു 20 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് 10 പേരെങ്കിലും പ്രിപ്പയർ ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ അത്രത്തോളം കോമ്പറ്റീഷൻ ആയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ കുറേ പേര് പ്രിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു കോമ്പറ്റീഷൻ റാങ്കിൻ്റെ ഒരു പുള്ള് വരും. പിന്നീട് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബോർഡിനെ പോലെ ഇത്ര പഠിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇപ്പോൾ ട്രിഗണോമെട്രി പഠിച്ചു, മെട്രിക്സ് പഠിച്ചു, പിന്നെ നിങ്ങൾ കോംപ്ലക്സ് നമ്പർ പഠിച്ചു.
നിങ്ങൾ ഏകദേശം ഒരു 30 ക്വസ്റ്റ്യന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയി. ഇപ്പോൾ ബോർഡ് എക്സാം ആണെങ്കിൽ നിങ്ങൾ 10 മാർക്ക് 100 മാർക്ക് എടുത്തു, 90 മാർക്ക് എടുത്തു, 99 മാർക്ക് എടുത്തു, എല്ലാവർക്കും എടുത്ത് തരാൻ അവിടെ A+ ഉണ്ട്. പക്ഷെ ഇവിടെ റാങ്ക് ആണ്. നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് പോകുമ്പോൾ ചില ആളുകൾ സപ്പോസ് വേറൊരാൾ എക്സ്ട്രാ ഒരു പ്രോബബിലിറ്റി പെർമ്യൂട്ടേഷൻ കൂടി പഠിച്ചു കഴിഞ്ഞാൽ അയാളൊരു 40 ക്വസ്റ്റ്യൻ എഴുതുമെങ്കിൽ എല്ലാം കൂടി അവന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബോർഡിന് ഇത്ര പഠിച്ചിട്ട് പോയി അവിടെ എഴുതുന്ന ഒരു സിറ്റുവേഷൻ വരരുത്. കാരണം നിങ്ങൾക്ക് സമയത്തിന് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നമുക്ക് സമയം കുറവാണെങ്കിൽ നമുക്ക് ഇതേ ഉള്ളൂ വഴി, ടോപ്പിക്ക് നോക്കിയിട്ട് പോകാൻ. അപ്പോൾ ഇപ്പം നേരത്തെ കൂട്ടി പറയുമ്പോൾ ഇപ്പോൾ ജനുവരി ആവുന്നേ ഉള്ളൂ, ഡിസംബർ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ സ്റ്റിൽ ഒരു 5-5.5 മാസം സമയമുണ്ട്. ഒരു 3 മാസം 2 മാസമൊക്കെ നല്ലപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 3 മാസം കൊണ്ട് ഒരുവിധം ടോപ്പിക്കുകളെല്ലാം നല്ലപോലെ തന്നെ കവറായി പോകും. അപ്പോൾ ഇനി പറയാനുള്ളത്, നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങളെ സമയം കളയുവാണെങ്കിൽ കുറച്ച് പേര് അവിടെ ബാക്കി പ്രിപ്പയർ ചെയ്യുന്നു. കാരണം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞാനൊരു ജനുവരി ക്ലാസ് എടുക്കാം. ജനുവരി നിങ്ങളെടുത്താലും ഫെബ്രുവരി നിങ്ങളെടുത്താലും അല്ലെങ്കിൽ ഡിസംബർ വന്നെടുത്താലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് ചേഞ്ചാണ് ഉണ്ടാവുന്നത്? നിങ്ങൾ 2 മാസം താമസിച്ചെടുത്താലും ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് അതിൽ നിന്നുള്ളത് കിട്ടാനുള്ളത് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് പോയ സമയം എന്താണ്? 2 മാസം പോകുമ്പം അത് ആരൊക്കെയാണ് പ്രശ്നം എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ തന്നെ ഒരാൾ 1 മാസം പരീക്ഷയ്ക്ക് 1 മാസം മുന്നേ ഉണ്ടായിരുന്നു. അന്ന് വന്ന് കയറിയിരുന്നെങ്കിൽ എന്തായാലും കട്ട് ഓഫ് കിട്ടിയേനെ. ഇപ്പോൾ 1 മന്ത് ഉണ്ടായിരുന്ന ഒരാൾ ആലോചിച്ച് എക്സാമിന് 1 വീക്ക് വരെ സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ എടുത്തില്ല, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്തെടുത്തെന്ന് വെച്ചാൽ ഒരാഴ്ച വന്ന് എടുത്തപ്പോഴും കോഴ്സിൻ്റെ ഫീസ് സെയിം ആണ്. എനിക്ക് വരുന്നത് ആദ്യമേ വന്ന് എടുത്തിരുന്നെങ്കിലും രണ്ടാമത് വന്നിരുന്നിട്ടില്ലെങ്കിൽ ഫീസ് സെയിം തന്നെ അടയ്ക്കേണ്ടത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നെറ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു ലോസും വന്നിട്ടില്ല. പക്ഷേ ആ ഒരു 3 വീക്ക്, 1 മാസം എന്ന് വെച്ചാൽ 4 ആഴ്ച, അതിൽ നിന്ന് ഒരാഴ്ച മാത്രമേ പുള്ളിക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ 3 വീക്ക് ലോസ് ആയത് ആരാണ്? എനിക്കാണോ അയാൾക്കാണോ? അപ്പോൾ അവിടെ ആ ഒരു 3 വീക്ക് പഠിച്ചിരുന്നെങ്കിൽ സുഖമായിട്ട് കയറിപ്പോവാന്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ നിങ്ങൾ എത്രത്തോളം ലാഗാക്കി നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡയമെൻഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇൻഡയറക്ട്ലി നിങ്ങൾക്ക് ഇൻക്വയർ ആവുന്ന ഒരു ലോസ് നിങ്ങൾക്കുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കില്ല. നിങ്ങൾ ആരെങ്കിലും ക്വിസായിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾ സമയം എത്രത്തോളം നിങ്ങൾ വേസ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സമയം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ തുടങ്ങുന്നവർക്ക് ഒരു 5.5 മാസം കിട്ടും. 1 മാസം കഴിയുമ്പോൾ പിന്നെ 4.5 മാസമായിട്ട് കുറഞ്ഞു. പിന്നെയും 2 മാസം കൂടി കഴിയുമ്പോഴത്തേക്ക് അതൊരു 3-3.5 മാസമായി തുടങ്ങും. അതായത് അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും നിങ്ങളുടെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള സമയം പോകും. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പൈസ എന്തൊക്കെ മാറ്റി വെച്ചാലും നമുക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമുക്ക് സമയം പോയി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് മേടിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കാര്യം. നമുക്ക് ഒരു 10 മാസം നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ എടുക്കുന്ന ഡിസിഷൻ വെച്ചാൽ 2 മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ 3 മാസം പ്രിപ്പയർ ചെയ്ത് കിട്ടിയേനെ നല്ലപോലെ. പക്ഷെ നിങ്ങൾ ആക്സിഡന്റിൽ 1 മാസം കൊണ്ട് കളഞ്ഞ് 2 മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ ലോസ് ഉണ്ടാവും. അപ്പോഴത്തേക്ക് ഈ ഒരു സിറ്റുവേഷൻ, ഇത് പലരെയും ഞാൻ കഴിഞ്ഞ കൊല്ലം കണ്ടൊരു കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മന്ത് സമയമുണ്ട്. അപ്പം അന്നൊരു ആക്ഷനും എടുക്കത്തില്ല. 1 വീക്ക് സമയമുണ്ട്. അപ്പം നോക്കിയിട്ട് നടന്നില്ല. അപ്പം എന്താണ്? ക്ലാസ്സിന് ജോയിൻ ആവും. എന്നെ സംബന്ധിച്ചോളം പേഴ്സണലി എനിക്ക് എന്താണ് കിട്ടേണ്ടത് അത് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഫീസ് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഒരേപോലെ ആയിരിക്കും. പക്ഷേ ഇവിടെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള 3 വീക്ക്, കാരണം അന്ന് എടുത്തിരുന്നെങ്കിൽ ഈ 1 വീക്ക് പഠിക്കേണ്ട കാര്യം 4 വീക്ക് 4 ടൈംസ് ആയിട്ട് നിങ്ങൾക്ക് അതേ ഇൻഫോർമേഷൻ കിട്ടത്തില്ല. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ എല്ലാവരും വന്ന് ക്ലാസ് എടുക്കണം എന്നല്ലത്. പഠിക്കുന്നവർ നിങ്ങൾ ഏത് ആക്ഷനാണോ നിങ്ങൾ എടുക്കുന്നത് നിങ്ങളവിടെ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം മനസ്സിലായില്ലേ, നമുക്ക് എന്താണെങ്കിലും നമുക്ക് ബാക്കി ഏത് കാര്യം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് പോയ സമയം 1 മാസം വേസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സംഭവം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രൻസ് ആണ്. നമുക്കിപ്പോൾ ഒരു ഇത്ര മാർക്ക് കിട്ടിയ ഒരു A+ കിട്ടും, അല്ലെങ്കിൽ ഇത്ര മാർക്ക് കിട്ടിയ 90 കിട്ടുമെന്നല്ല. സപ്പോസ് നമ്മൾ കഴിഞ്ഞ ഒരു എക്സാമിൻ്റെ സിറ്റുവേഷനിൽ 5 പേരിൽ 3 പേര് പഠിക്കുന്നു എന്നുള്ള സിറ്റുവേഷൻ എടുക്കുക, അല്ലെങ്കിൽ 10 പേരിൽ 3 പേര് പഠിക്കുമെന്ന് എടുക്കുക, 10 പേരിൽ 3 പേര് പഠിക്കുക എന്നുള്ള സിറ്റുവേഷൻ എടുക്കുക. അപ്പോൾ 10 പേരിൽ ആദ്യത്തെ ആൾ 100 എടുത്തു, രണ്ടാമത്തെ ആൾ 100 എടുത്തു, മൂന്നാമത്തെ ആൾ 90 എടുത്തു, പിന്നെ 80, 70, 60, 30 സംതിങ് ഇങ്ങനെ റാങ്ക് പോകുന്നു വെച്ചോ. അപ്പോൾ കഴിഞ്ഞ തവണത്തെ നോക്കുമ്പോൾ 100 മാർക്ക് എടുത്താൽ മതി, 200 എടുത്താൽ മതി, കിട്ടും. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ്, കുറേ പേര് ഈ 3 പേർക്ക് വരെ ഒരു 6 പേര് പഠിച്ചെന്നിരിക്കട്ടെ, 6 പേര് പഠിച്ചെന്നിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കുന്നത് എന്താണ് 200, 300 കട്ട് ഓഫ് അങ്ങനെയും കയറി വരും പല റാങ്ക് അനുസരിച്ച്. അപ്പം നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് മാത്രം എടുക്കാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഇപ്പം ഞാൻ ഒരാളായിരുന്നു ഈ സമയം എനിക്ക് മെയിനായിട്ടും ക്വിസാറ്റിൽ മാത്സ് ചെയ്യാനായിട്ട് തുടങ്ങിയെങ്കിൽ ഇപ്പോൾ അതായത് കഴിഞ്ഞ ഡിസംബറിൽ ക്ലാസ് തുടങ്ങുമ്പോൾ ഒരാളാണ് ക്ലാസ്സിന് ജോയിൻ ആയത്. അന്ന് ക്ലാസ് തുടങ്ങുന്നത് ഡിസംബറിലാണ്. പക്ഷേ ഇപ്പം ഓഗസ്റ്റ് തൊട്ട് ഉള്ള 4-5 പേരുണ്ട് ഫുള്ള് ടോപ്പിക്ക് തീർന്നിട്ടുള്ളത്. അതായത് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ ചെയ്യുന്നു. അത്യാവശ്യം JEE ക്വസ്റ്റ്യൻ വരെ അവർ പ്രാക്ടീസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ NDA ക്വസ്റ്റ്യനൊക്കെ ഫ്ലുവൻ്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇനി പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ അതേ സ്റ്റാറ്റിസ്റ്റിക്സിൽ പോവുകയാണെങ്കിൽ എന്താവും എന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ
ഇപ്പോൾ ഡിസംബറിൽ നിങ്ങൾ നോക്കിയാൽ ഞാൻ ഈ ഡിസംബറിലൊന്നും ക്യുസാറ്റിനെ പറ്റി അങ്ങനെ വീഡിയോ കഴിഞ്ഞുകൊണ്ടൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ആ വ്യൂസിന് ഈ വ്യൂസിന് എത്രത്തോളം വ്യൂസ് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് അതിനുള്ളൊരു സൈൻ. നിങ്ങൾ ചാനലൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. നമ്മുടെ ഒരു ജനുവരി ഫെബ്രുവരി ടൈമിലുള്ള വീഡിയോയ്ക്കാണ് ഇത്രയൊരു പുഷ് വന്നത്. അപ്പോൾ ഏകദേശം കഴിഞ്ഞാണ് എനിക്ക് ഒരു ഫെബ്രുവരിയിൽ കിട്ടുന്ന ഒരു റെസ്പോൺസ് ആണ് ഇപ്പം നിങ്ങൾ ഡിസംബറിൽ എനിക്ക് ചാനലിൽ തരുന്നതൊരു ഫീഡ്ബാക്ക്. അപ്പോൾ ഇനി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് എന്നെ ബാധിക്കത്തില്ല. എന്നെ സംബന്ധിച്ചുള്ളത് അത് ഗ്രോത്താണ്. കാരണം എനിക്കൊരു 10 സബ്സ്ക്രൈബർ കയറുകയാണെങ്കിൽ അല്ലെങ്കിൽ 10 അഡ്മിഷൻ വരുവാണെങ്കിൽ എന്നെ സംബന്ധിച്ചുള്ള ഗ്രോത്താണ്. പക്ഷേ ഇനി ഗ്രോത്ത് ഉണ്ടാകും നിങ്ങൾ ഇൻഡയറക്റ്റ്ലി മനസ്സിലാക്കേണ്ട കാര്യം കോമ്പറ്റീഷൻ അത്രയും ടൈറ്റ് ആവും. നിങ്ങളൊരു 10 പേര് എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ 10 പേര് ക്യൂസായിട്ട് നോക്കുന്നു. നിങ്ങൾ നേരെ അത് 100 പേര് എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ 100 പേരായിട്ട് ആ കോമ്പറ്റീഷൻ മാറി. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കാര്യങ്ങൾ കാണുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യാതെ അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് പഠിക്കുകയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് പഠിക്കുകയോ എന്തോ ആയിക്കോട്ടെ, സെൽഫ് പ്രിപ്പറേഷൻ ആണെങ്കിൽ നിങ്ങൾ ഉള്ള സമയം നിങ്ങൾ വേസ്റ്റ് ആക്കി അതിനുള്ള നഷ്ടം നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് സമയം ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. നിങ്ങൾ ലാഗ് ചെയ്തിരിക്കരുത്. എന്താണ് നിങ്ങൾ നോക്കുന്നത് അത് ഇനി നിങ്ങൾ ബോർഡ് കഴിഞ്ഞിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അല്ലെങ്കിൽ ബോർഡ് കഴിഞ്ഞിട്ടാണ് പ്രിപ്പറേഷൻ, നിങ്ങൾ ഇപ്പോഴേ എന്തെങ്കിലുമൊക്കെ നോക്കി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് അന്നേരം കിട്ടും. കാരണം നമ്മൾ ബോർഡ് കഴിഞ്ഞ് പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ് മാർച്ച് ഏപ്രിൽ പ്രിപ്പയർ ചെയ്ത് എടുക്കാം. പക്ഷേ ഓഗസ്റ്റ് തൊട്ട് അടുത്ത മെയ്യിലേക്കുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. അതിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്, റിപ്പീറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങും പോട്ടെ ഡിസംബർ തൊട്ട് തുടങ്ങുന്നവരുണ്ട്, അല്ലെങ്കിൽ ജനുവരി തൊട്ട് തുടങ്ങുന്നവരുണ്ട്. അപ്പം അല്ലെങ്കിൽ എല്ലാം പോട്ടെ റിപ്പീറ്റേഴ്സ് ഫസ്റ്റ് സെഷൻ ചെയ്യുക അല്ലെങ്കിൽ നീറ്റ് കഴിഞ്ഞിട്ട് ജനുവരി തൊട്ട് തുടങ്ങുന്ന ആളുകളുണ്ട് ആ ഒരു സമയം കൊണ്ട്. അപ്പം ജനുവരി തൊട്ട് തുടങ്ങുന്ന അത്രയും ആളുകളുടെ ഒരു ഹാർഡ് വർക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് നമുക്കൊരു 2 മാസം കൊണ്ട് അവരെ കൊണ്ട് ബീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം പറ്റും. പോസിബിൾ അല്ലാത്ത കാര്യമല്ല. പക്ഷെ നമ്മളെപ്പോഴും ബാക്കി എഴുതുന്ന ആളുകൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക. അവരെത്രത്തോളം അവരുടെ ഒരു കേപ്പബിലിറ്റി നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ അവരത്രയും ചില ആളുകളുണ്ട് അവർ 4-5 മണിക്കൂർ പഠിച്ചിട്ടും കാര്യമില്ല, അവർക്ക് ചെയ്യാൻ പാടായിരിക്കും. പക്ഷെ ചിലർ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇരട്ടി റിസൾട്ട് കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ചിന്തിക്കുന്ന രീതി അല്ലെങ്കിൽ പ്രോസസ് ചെയ്യുന്ന രീതി സെയിം അല്ല. പക്ഷേ ആ അരമണിക്കൂർ പഠിക്കുന്ന ഒരാൾ ഇത്രയും വർക്കൗട്ട് ചെയ്ത് കൂടുതൽ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിലുള്ളൊരു ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതാ പറയുന്നത്, ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഇമ്പോസിബിൾ ആണെന്ന് പറയാൻ പറ്റത്തില്ല ഒരാൾ ചെന്ന് എഴുതുമ്പോൾ. പക്ഷേ പേഴ്സൺ ടു പേഴ്സൺ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ക്ലാസ്സിന് കയറി നല്ലപോലെ ചെയ്യുന്നവരും ഉണ്ട്, ചെയ്യാൻ ഡിഫിക്കൽറ്റി ഉള്ളവരും ഉണ്ട്, വർക്കൗട്ട് ചെയ്ത് അതെല്ലാം സോൾവ് ചെയ്യുന്നവരും ഉണ്ട്. അതൊക്കെ ഓരോ ആൾക്ക് അനുസരിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആരെയും ക്ലാസ്സിന് കയറാൻ നിർബന്ധിക്കാത്തതിന് റീസണും അതുകൊണ്ടാണ്. എല്ലാവർക്കും കൊണ്ട് എപ്പോഴും പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ പറ്റുന്നവരെ എടുക്കുക, എടുക്കുന്നവരെ നമ്മൾ നോക്കുക, ആ ഒരു കാര്യം. അപ്പോൾ അതെനിക്ക് പറയാനുള്ള, നിങ്ങൾ സമയം വേസ്റ്റ് ആക്കാതിരിക്കുക.